നമ്മള് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്, വൈബാണ്. പാടോ മറ്റേ പടത്തിലേ അപ്പം കിടന്നതിന് എത്രയായി നോക്കിയത് ഓർമ്മല്ലേ? 2000 കൂടി. താത്തി പറ. എനിക്ക് എന്തായാലും ചിക്കനാ മതി. എനിക്ക് മറ്റേ ഇത് പറ്റൂല, ബീഫ് പറ്റൂല. അതൊന്നും ആലോചിച്ചായി. ഞങ്ങളതൊക്കെ പൈസ റെഡി ആണല്ലോ. ഷാജാനാ ഓർമ്മയില്ല. മൊത്തോളായിട്ട് ചൂട് കടിയെടുത്തു പേര് കോയിമുട്ട. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്നുള്ളത് വലിയ കാഴ്ചയുണ്ടോ? ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല, വേറെ ഉണ്ട്, മുമ്പിലുണ്ട്, ബാക്കിലുണ്ട്, കുറെ ആൾക്കാരുണ്ട്. താഴ്ന്ന് കയറിയപ്പോൾ മുകളിൽ ഒരു 2 കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ കാലാവസ്ഥേൻ്റെ മാറ്റങ്ങൾ കണ്ടോ? ഹൈഷ്, എന്താ തണുപ്പ് അറിയോ? നല്ല കോടയായിട്ടോ. ഓക്കെ, ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട് അല്ലേ? ആയിട്ട് എണ്ണ കൂടി വരിക കേട്ടോ. ബാക്കില് വേറെ ടീം കൂടെ എത്തിയിട്ടുണ്ട്. ഇനി വരാണ്ട് കുറെ. റിസോർട്ട് ആകട്ടെ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുള്ളത്. ഓഫ് റോഡ് ഇവിടെ സെറ്റായിട്ടോ. ഇവിടെ നമ്മൾ വന്ന് നല്ല അടിപൊളി വൈബാണ്, കണ്ടില്ലേ? നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. റിസോർട്ടിലെത്തിയിട്ടുള്ള വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കോടം മഞ്ഞ്, നല്ല അടിപൊളി കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല, സെറ്റാണ്. പുല്ലിക്ക് പറിച്ച ഒരുത്തൻ കയറിന്. ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെയാണല്ലോ നോക്കാട്ടോ. സംഭവം സെറ്റാണോ നമുക്ക് നോക്കാം അല്ലേ? ഇഷ്ടം മോനെ അജ്മലേ, അവിടെ തുടങ്ങിയിട്ടുണ്ട്, ചെക്കൻ തുടങ്ങിയിട്ടുണ്ട്. പറയ് അന്റെ നിന്റെ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തൊക്കെ എൻ്റെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് റിസോർട്ടില് രാത്രി 8-9 മണിയായപ്പോ ഒന്നാമത് കാഴ്ച കേട്ടോ, ഫുള്ള് വെള്ളത്തിൽ ചാട്ടം. പെരും തണുപ്പ് പറഞ്ഞാൽ പെരും തണുപ്പ്. അതിൻ്റെ ഇടക്കാണ് ഈ തടിയനും കുടിയനും കൂടെ വെള്ളത്തിൽ, തടിയനും കുടിയനും കൂടെ. നമ്മളെ നൈറ്റുള്ള നമ്മളെ റിസോർട്ടിലെ വൈബാട്ടോ. എന്തായാലും സംഭവം അല്ലേ ഇത്? നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉജാസ് ബ്രോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ അടുത്തിട്ടോ. നമ്മളെ സ്വന്തം ഉജാസ് ബ്രോ ആണ്. ഇത് നമ്മളെ ചെക്കന്മാരാ. ഞങ്ങളെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ, ഞങ്ങളെ താമസിക്കുന്നത് ഇവിടെ. ലബിയേ രാവിലത്തെ ഒരു വൈബ് കേട്ടോ. രാത്രിയത്തൊക്കെ ഒരു വൈബ് കണ്ടല്ലേ? ഇത് രാവിലെ
സമയം 8:30 മണിക്കുള്ളൊരു വൈബാണ്. ഓക്കെ, ഓരോരുത്തന്നൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂള് ഒന്നും പറയാനല്ലോ കേട്ടോ, അടിപൊളി വൈബ്. മുതലായത്